LDF സർക്കാരിൻ്റെ ആദ്യകാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് കേരളം കടത്തിലാണ്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഇന്നലെ 4ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, കേരളം കടക്കണിയിലാണ്, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പലപ്പോഴും ഓരോ ആവശ്യങ്ങളും LDF സർക്കാരിൻ്റെ അടുത്ത് ഉന്നയിക്കുമ്പോഴും ആശാവർക്കേഴ്സിന് പലവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും കേരളം കടക്കണിയിലാണ് എന്ന് പറഞ്ഞ അതേ സർക്കാരിൻ്റെ അതേ പ്രതിനിധി, അതേ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് നിങ്ങൾ തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത് എന്നുള്ളത്. കേരളം കടക്കണിയിലാണ്, കടമാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ തന്നെയാണ്. ഓരോ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ റേഷൻ വിതരണത്തിന് ലോറിക്കാർക്ക് പണം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയോട് പറയുന്നത് കടമാണ്, കേരളം കടത്തിലാണ്, പണമില്ല. അങ്ങനെ ഓരോ വകുപ്പിനോടും ക്ഷേമ പെൻഷൻ്റെ ഇത് കൊടുക്കണമെന്ന് പറയുമ്പോൾ പറയുന്നത് ഇല്ല, സംഭരണം, നെല്ല് സംഭരണത്തിന് പണം വേണം, ഇല്ല, സപ്ലൈകോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പണം വേണം, അപ്പോഴും പറയുന്നത് കടമാണ്. ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത്, നമ്മുടെ നേട്ടങ്ങൾക്കെല്ലാം കാരണഭൂതൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കോട്ടങ്ങൾക്കും കടത്തിനും എല്ലാം കാരണം നരേന്ദ്രമോദി അവിടെ ഇരിക്കുന്നതുമാണ്. അദ്ദേഹത്തിനെ കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ. അദ്ദേഹമാണ് ഇത് സകലമാന കുറ്റങ്ങൾക്കും കാരണം, എല്ലാ നേട്ടങ്ങൾക്കും കാരണം പിണറായി വിജയൻ. അങ്ങനെ ഒരു നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു കളിയാണ് ഇവിടെ നടത്തുന്നത്. അദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രി പുത്തരിക്കണ്ടം മൈതാനിയിൽ ഇന്നലെ വമ്പിച്ച ഘോഷയാത്രയെ റാലിയെ ചെയ്തുകൊണ്ട് പറഞ്ഞ അഭിസംബോധന, 1 ലക്ഷം ആൾക്കാരെങ്കിലും പങ്കെടുത്തു. അത് നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സംഘടനാ പാഠവും തന്നെയാണ്. ഇത്രയും പേരെ സംഘടിപ്പിക്കുക, ഗവൺമെൻറ് വകുപ്പുകളിൽ നിന്നും സമ്മർദ്ദം ചെലുത്തിയും പണം കൊടുത്തും പലതരത്തിലുമാണ്. എങ്ങനെയായാലും അതൊരു വൻ വിജയമാക്കി മാറ്റി, നഗരം മുഴുവൻ ജനസമുദ്രമാക്കിയിട്ട് മാറ്റി. ശരിക്കും അങ്ങനെ തന്നെ. വാസ്തവത്തിൽ ഇത് ശംഖുമുഖത്തെങ്ങാനും നടത്തേണ്ടതായിരുന്നു. അത്ര വലിയൊരു ജനസഞ്ചയത്തെ ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ശരിയായിട്ടും തീർച്ചയായിട്ടും അത് അഭിനന്ദനീയമായിട്ടുള്ളൊരു സംഘടനാ പാഠവും തന്നെ. UDF-നെ കൊണ്ട് കഴിയുമോ? UDF ഇന്നലെ നടത്തിയ പ്രതിഷേധം എന്ന് പറയുന്നത് 4, 3, 7 പേര് വീതമുള്ള കൂട്ടങ്ങളായിട്ടും മാറി. അതവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ കടം UDF ഭരിക്കുന്ന കാലത്ത് 35.38% ആയിരുന്നു. അതായത് ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ അത്രയും, അതായത് 4.82% കുറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം വലിയൊരു നേട്ടമായിട്ട് അത് പറയുന്നുണ്ട്. കടം, അപ്പോൾ കടം ഇപ്പോഴും ഉണ്ട് എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ 34% നിന്ന് 35%-ൽ നിന്ന് അത് 34%, 1% കുറഞ്ഞിട്ടേ ഉള്ളൂ. 34% വീണ്ടും കടമുണ്ട്. കാരണം എന്താ? ഈ ആഭ്യന്തര ഉൽപ്പാദനം കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ആഭ്യന്തര ഉൽപ്പാദനം കൂടിയതിൻ്റെ ഗുണമൊന്നും കിട്ടാതെ നമുക്ക് വരാൻ കാര്യം ഈ കടം തന്നെയാണ്. കടം കൂടിക്കൂടി വരികയാണ്. കടം കൂടിക്കൂടി വരുന്നതിനാൽ ആഭ്യന്തര ഉൽപ്പാദനം കൂടുന്നു, അതിനേക്കാൾ കൂടുതലായിട്ട് കടം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ടാണ് ഈ കടം നമുക്കൊരിക്കലും മാറാത്തത്. കേരളീയനായ ഓരോരുത്തരുടെയും തലയ്ക്ക് മീതെയും 3 ലക്ഷം രൂപയുടെ കടം ഉള്ളതായിട്ടാണ് മൊത്തം ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. അതിനൊരു കുറവുമില്ല, അതങ്ങനെ തന്നെ തുടരുന്നുണ്ട്. നമുക്ക് ഇതല്ല വേണ്ടത്. ഈ കടമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ. ഈ കടം നമ്മൾ എത്ര നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയത്? കേരളത്തിലെ ആദ്യ ഗവൺമെൻറ് തുടങ്ങിയ കാലം മുതൽ ഈ കടമാണ്, കടത്തിൻ്റെ കെണിയാണ്, ഒരിക്കലും മാറാതെ നമ്മളെ പിന്തുടരുകയാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇന്ത്യ മുഴുവൻ അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ആ ഗുണഫലങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തു എന്ന് പറയുമ്പോഴും കടം എന്തുകൊണ്ട് താഴോട്ട് പോകുന്നില്ല? കടം മുഴുവൻ ഇല്ലാതാക്കണ്ട, ഒരു 20%-ന് താഴേക്ക് എന്തുകൊണ്ട് കടം പോകുന്നില്ല? കാരണം നമ്മൾ പ്രീണനത്തിന് വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 5 വർഷം കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ PSC ജീവനക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇവിടെ 21 പേരോ മറ്റോ ഉണ്ട്. അവരുടെ ശമ്പളം ജില്ലാ ജഡ്ജിമാർക്ക് തോതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്റ്റാഫുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്പർ 1 കേരളം തന്നെയാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് കേരളമാണ്. അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് 3 വർഷം കഴിഞ്ഞാൽ, 3 വർഷം സർവീസ് പൂർത്തിയാക്കിയാൽ അവർക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇങ്ങനെ ഒരുപാട് ദുർവ്യയങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഈ നടന്ന ആഘോഷം. ആളെ കൂട്ടാൻ വേണ്ടി വരെ പണം ചിലവാക്കിയിട്ടുണ്ട്. അങ്ങനെ ആഘോഷങ്ങൾ നടത്തുമ്പോഴും നമ്മളുടെ ഈ ചിലവ് കൂടിക്കൂടി വരികയാണ്. ചിലവിൻ്റെ ഫലമായിട്ടാണ് കടം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോരോ നമ്മുടെ പ്രീണനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പാർട്ടി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെയ്തു കൂട്ടുന്ന അധിക ചെലവുകളാണ് നമ്മളെ കടത്തിൻ്റെ തോത് താഴോട്ട് പോകാതെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടമില്ലെന്ന് പറയേണ്ട, കടമുണ്ടെന്ന് പറയുന്നത് ധനമന്ത്രി തന്നെയാണ്. കടമുള്ളതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സ്കൂളുകൾ തുറക്കാൻ പോവുക.
പുതിയ കുട, പുതിയ ചെരുപ്പ്, പുതിയ ഉടുപ്പ്, അതുപോലെ തന്നെ പുതിയ പിന്നെ വസ്ത്രങ്ങൾ, പുതിയ പുസ്തകങ്ങൾ ഒക്കെ ആയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയമാണ്. ഈ സമയത്ത് ഈ ഫോൺ, ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു കുട്ടിക്കും പഠിക്കാൻ പറ്റില്ല. 1-ാം ക്ലാസ് മുതലേ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം വേണം. ആ നെറ്റ് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ബജറ്റിൽ പണം കൊള്ളിച്ചിട്ട് ഫോൺ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട്, കേരളത്തിൻ്റെ വലിയ നേട്ടവും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുമായിട്ട് കേരളം കൊണ്ടുവന്നത്. ഇപ്പോൾ നോക്കൂ, ആ ഫോണുകൾ മുഴുവൻ കട്ട് ചെയ്തിരിക്കും. സ്കൂളിലേക്ക് കുട്ടികൾ നോക്കി, ഇതിപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല, നെറ്റ് കണക്ഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല കുട്ടികൾക്ക്. കാരണം അത് രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. സ്മാർട്ട് സ്കൂളുകളാണ്. സ്മാർട്ട് ആകുമ്പോൾ അവിടെ നെറ്റ് കണക്ഷൻ വേണമെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ നെറ്റെല്ലാം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടിരിക്കുക ഗവൺമെൻറ് സ്കൂളുകളിൽ. എന്താ കാര്യം? പണം കൊടുത്തിട്ടില്ല, കുടിശ്ശിക അടച്ചിട്ടില്ല. 1 വർഷമായിട്ട് കുടിശ്ശിക കൊടുത്തിട്ടില്ല. റേഷൻ കടകളിലോ റേഷനില്ല. അരി ചോദിക്കാൻ ചെല്ലുന്ന പാവങ്ങൾക്ക് അരി കിട്ടാനില്ല. പട്ടിണി പാവങ്ങളാണ് അരി വാങ്ങിക്കാൻ അവിടെ ചെല്ലുന്നത്. അവർക്ക് അരി കൊടുക്കാൻ എന്താ കാര്യം? FCIയിൽ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, അവിടെ കിടപ്പുണ്ട്. പക്ഷേ അത് റേഷനായിട്ട് ആളുകൾക്ക് കിട്ടില്ലല്ലോ. അത് ലോറിയിൽ റേഷൻ കടകളിൽ വരണം. ലോറിയിൽ വേണമെങ്കിൽ ലോറിക്കാർക്ക് പണം കൊടുക്കണം. അത് നടക്കുന്നില്ല. ഇതിവിടെ തീർക്കട്ടെ. ആ ലോറിയിൽ കൊണ്ടുവരാൻ വേണ്ടി പണം കൊടുക്കുന്നില്ല, അതും കുടിശ്ശികയായി കിടക്കുക. അപ്പം പിന്നെ അതിന് കടമില്ലാത്ത ഒരു സംസ്ഥാനമാണെങ്കിൽ പിന്നെ അതൊക്കെ കൊടുക്കുന്നതിൽ എന്താണ് നിവൃത്തികേടുള്ളത്? കടം കൊണ്ടാണ് ഇതെല്ലാം കെട്ടിക്കിടക്കുന്നത്. കടക്കെണിയിലാണ് കേരളം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പണം കൊടുക്കാത്തത് എന്താണെന്ന് ഗവൺമെൻറ് വിശദീകരിക്കണം. ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതെന്ത് എന്ന് വിശദീകരിക്കണം. ഈ ആശാവർക്കർമാരുടെ ശമ്പളം കൂട്ടി കൊടുക്കാമല്ലോ കടമില്ലാത്ത സംസ്ഥാനമാണെങ്കിൽ. അതെന്താ നടക്കാതെ പോയത്? ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. പറയും ചോദ്യം. ഈ ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിലെ ആഭ്യന്തര ഉൽപാദനം? ആഭ്യന്തര ഉത്പാദനം എന്ന് പറഞ്ഞാൽ ടാക്സ് അല്ലേ? ടാക്സ് മാത്രമല്ല, ആഭ്യന്തര നമ്മുടെ സർവീസ് ഇൻഡസ്ട്രീസ് കുറേയുണ്ട്. സർവീസ് ഇൻഡസ്ട്രീസ് നിന്ന് കിട്ടുന്ന ടാക്സ്, പിന്നെ GST ഉണ്ടല്ലോ. അങ്ങനെ ധാരാളമായിട്ട്. പിന്നെ ഞാനത് എടുത്ത് ചോദിക്കാൻ കാരണം വ്യവസായ സ്ഥാപനങ്ങൾ, ഇന്നലെ കൂടി ഞാനൊരു ഇത് കണ്ടു, ഒരു വ്യവസായിയുടെ ഗതികേട് കണ്ടു. കാരണം കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങിയാൽ അത് പലരെയും ഈ പറഞ്ഞോണം പ്രീണന രാഷ്ട്രീയം പോലെ പ്രീണിപ്പിച്ച് വ്യവസായം നടത്തേണ്ടുന്ന ഒരവസ്ഥയാണ് ഓരോ വ്യവസായിക്കുള്ളത്. അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾ കുറവാണ്. ഒരുപക്ഷെ വസ്ത്രശാലകളോ അല്ലെ വസ്ത്ര വ്യാപാരമോ ഒക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ, ചെറുകിട സംരംഭങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലാതെ മറ്റുള്ള സംരംഭങ്ങളിലേക്ക് ആൾക്കാർ വരുന്നില്ല. IT മേഖല പോലും വലിയ വികസനം എന്ന് പറയുമ്പോഴും അവിടെയും വലിയ ഒരു വികസന രീതിയിലേക്ക് കേരളത്തിൽ മുന്നേറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ആഭ്യന്തര അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് കിട്ടിയ ഏർണിങ്സ് എന്ന് പറയുന്നത് കൂടുതലും ടാക്സ് അല്ലേ? ടാക്സ് മാത്രമല്ല, ടാക്സ് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്നത് IT ഇൻഡസ്ട്രി പോലും അല്ല, ടൂറിസമാണ്. ടൂറിസം എന്ന് പറഞ്ഞപ്പോൾ കാശ്മീരിലേക്ക് ആൾക്കാർക്ക് ഇപ്പോഴത്തെ സ്ഥിതിയാണ്. ആ കണക്ക് ഇതിൽ വരില്ല. പോകാൻ വയ്യാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് കേരളത്തിലേക്കാണ് അവരുടെ ഡെസ്റ്റിനേഷനായിട്ട് പലരും. അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധമാണ് കേരളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ. കേരളം സന്ദർശിച്ചിരിക്കണമെന്ന് ടൈം മാഗസിൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധാരാളമായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് അതാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കൃഷിയുടെ വരുമാനം കുറച്ചൊക്കെ വർദ്ധിക്കും. ചില മേഖലകളിൽ ഇങ്ങനെ കാലാകാലങ്ങളിൽ വർദ്ധിക്കും. പിന്നെ അതുകൂടാതെ ഈ സ്റ്റാർട്ടപ്പുകളുണ്ടല്ലോ, സ്റ്റാർട്ടപ്പുകൾ പലതും ഐക്കണുകളായിട്ട് മാറിയിട്ടുണ്ട്, യൂണിക്കോണുകളായിട്ട് മാറിയിട്ടുണ്ട്. ഐക്കണല്ല, യൂണിക്കോണുകളായിട്ട് മാറുന്നു. അതിൽ നിന്നുള്ള വരുമാനം, ഇങ്ങനെ ധാരാളം തരത്തിൽ വരുമാനം വരുന്നുണ്ട്. പക്ഷെ മന്ത്രിസഭ ബജറ്റിൽ പറഞ്ഞിരുന്നത് നമ്മൾ സൺറൈസ് ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് വരും എന്ന് പറഞ്ഞാണ് കഴിഞ്ഞതിന് മുമ്പ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ബാലഗോപാൽ. അങ്ങനെ ഒരു ഇൻഡസ്ട്രീസും വന്നതായിട്ട് നമുക്കറിയില്ല. ഇൻഡസ്ട്രീസിൻ്റെ എണ്ണം കൂടിയിട്ടില്ല. പിന്നെ രഞ്ജിനി ശരിയാവണ്ണം പറഞ്ഞ പോലെ കേരളം സ്മാർട്ടായിട്ടില്ല. സ്മാർട്ട് സിറ്റികളും ധാരാളമായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ റോഡുകളൊക്കെ നല്ലതായതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ വരവാണ് പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ ഇവർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒരു 8 എണ്ണത്തിനെ ലാഭകരമാക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഉൽപ്പാദനവും ഈ കൂട്ടത്തിൽ വരുന്നു. അങ്ങനെ ചെറിയ ചെറിയ നേട്ടങ്ങളുടെ ഫലമായിട്ട്, ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളുടെ ഫലമായിട്ടും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ കടം പരിഹരിക്കാൻ ഇവർക്ക് കഴിയാത്തത് ധൂർത്തുകൊണ്ടാണോ? ആ ധൂർത്ത് ഇപ്പോഴും അതേപടി തന്നെ തുടരുന്നിടത്തോളം കാലം ഈ കടം ഇനി താഴോട്ട് പോവുകയല്ല, അങ്ങനെ തന്നെ നിൽക്കുകയോ മുകളിലോട്ട് വരികയോ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്.